In today's session, we shall discuss the different types of accounts that can be opened and operated by a customer with a bank. So, different types of accounts, as we all of us know, that savings bank account, then again current account, fixed deposit account, recurring account. So these are the four types of accounts usually opened and operated by the customers. So all these types of accounts got its own specialities. എല്ലാ അക്കൗണ്ടുകൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നമ്മളിതിൽ ആദ്യമായിട്ട് ഫസ്റ്റ് വി ഷാൽ ഡിസ്കസ് ദി ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്സ്. ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഇതിൻ്റെ ഈ പേര് പറയുന്നത് പോലെ തന്നെ ഇൻ കേസ് ഓഫ് ഫിക്സഡ് ഡിപ്പോസിറ്റ്, the customer deposit money for a fixed period of time, ഒരു നിശ്ചിത എമൗണ്ട്, ഫിക്സ് എമൗണ്ട് for a fixed period of time, withdrawable only after the expiry of that fixed period of time. ഒരു കസ്റ്റമർ ഒരു നിശ്ചിത കാലാവധിയിലേക്ക് ബാങ്കിനെ കുറേ പണം ഏൽപ്പിക്കുന്നു. ആ കാലാവധി കഴിയുമ്പോൾ മാത്രമാണ് ഒരു കസ്റ്റമർക്ക് ആ പണം പിൻവലിക്കാവുന്നത്. So nowadays banks allow the customers to close a fixed deposit prematurely. നേരത്തെ തന്നെ അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുക്കാറുണ്ട്. ഫിക്സ്ഡ് ഡിപ്പോസിറ്റിൻ്റെ പ്രത്യേകത എന്താ? ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന ഫിക്സ്ഡ് ഡിപ്പോസിറ്റിനാണ്. ദ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഓൺ ഇയർലി ബേസിസ് ഓർ ഹാഫ് ഇയർലി ബേസിസ് ഓർ മന്ത്ലി ബേസിസ്. ഏത് രീതി വേണമെങ്കിലും നമുക്കതിൻ്റെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാം. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിന് പ്രശ്നമൊന്നുമില്ല. ഇനി എപ്പോൾ വേണമെങ്കിലും നമുക്കത് വിഡ്രോ ചെയ്യാം. നവഡേയ്സ് ഇതൊരു നിശ്ചിത കാലാവധിയിലേക്കെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു ഫിക്സ്ഡ് ഡിപ്പോസിറ്റർക്ക് പണം പിൻവലിക്കേണ്ട ആവശ്യമുണ്ടായിക്കഴിഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. ആ കാലാവധിക്കനുസരിച്ചുള്ള ഒരു ഇൻട്രസ്റ്റേ കിട്ടുകയുള്ളൂ. ഇനി അതല്ല, ഒരു ഷോർട്ട് പീരീഡിലേക്ക്, if a fixed deposit holder needs money for a short period, he can take a loan. ഈ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഒരു സെക്യൂരിറ്റി ആയിട്ട് ഓഫർ ചെയ്ത് ലോൺ എടുക്കാം. അപ്പം അങ്ങനെ ലോൺ എടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഈ ഫിക്സ്ഡ് ഡിപ്പോസിറ്റിന് എത്ര ശതമാനമാണോ ഇൻട്രസ്റ്റ് കിട്ടുന്നത് അതിനേക്കാളും ഒരു 2% ഇൻട്രസ്റ്റ് കൂടുതൽ ബാങ്ക് ചാർജ് ചെയ്യും. ഇതാണ് പ്രധാനമായിട്ടും ഫിക്സ്ഡ് ഡിപ്പോസിറ്റുകളെക്കുറിച്ച് നമുക്ക് ഓർമ്മയിൽ വയ്ക്കാനുള്ളത്. ഈ പേര് പറയുന്ന പോലെ നിശ്ചിത കാലാവധി വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. ബാങ്ക്സ് ഓഫർ ദി ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ്സ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഫിക്സ്ഡ് ഡിപ്പോസിറ്റിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത്. ഫിക്സ്ഡ് ഡിപ്പോസിറ്റ്സ്. ഇനി ഇതിനൊരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് ബാങ്കുകൾ ഒരു ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് റെസീറ്റ് ഇഷ്യൂ ചെയ്യും. ഈ FDRൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ മറുവശത്ത് ഇൻട്രസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള കോളംസ് കാണും. ഇൻട്രസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓരോ വർഷവും റിസീവ് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ഇത് നമുക്ക് റീഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ബാങ്കുകൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റിനാണ്. കാരണം ഈ എമൗണ്ട് ബാങ്കുകൾക്ക് പ്രോഫിറ്റബിളായിട്ട് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ മേൽ ബാങ്കുകൾ കൊടുക്കുന്നത്. നമ്മളെന്താ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്പോസിറ്റ്സിൽ ആദ്യത്തേതായിട്ട് പഠിച്ചത് എന്താണ്? ഫിക്സഡ് ഡിപ്പോസിറ്റാണ്. ഫിക്സഡ് ഡിപ്പോസിറ്റ് അവിടെ ഒരു നിശ്ചിത കാലാവധിയിലേക്കാണ്. ഇതിൻ്റെ പ്രത്യേകതകളെല്ലാം അത്രയൊക്കെ ഉള്ളൂ. ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഒരു നിശ്ചിത കാലാവധിയിലേക്കാണ്. ഇനി സെക്കൻഡായിട്ട് വരുന്നത് എന്താണ്? സേവിങ് ഡിപ്പോസിറ്റ്. സേവിങ് ഡിപ്പോസിറ്റ്സ്. സോ ഇറ്റ്സ് യൂഷ്വലി മെൻ ഫോർ ദ സ്മോൾ ഇൻകം ഗ്രൂപ്പ്സ്. അപ്പം ചെറിയ ഇൻകം ഗ്രൂപ്പിനാണ്. അപ്പം അത് ആ ചെറിയ ഇൻകം ഗ്രൂപ്പിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? അപ്പോൾ അവിടെ സ്മോൾ സേവിങ്സ്. അപ്പോൾ അതുപോലെ എന്തിനു വേണ്ടിയാണ് ഒരു നമുക്കൊരു സേവിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് വരുന്നത്, ഒരു സേവിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക. പക്ഷെ ഇതിനൊരു വിഡ്രോവലിനും ഡിപ്പോസിറ്റിനും ഒക്കെ ബാങ്കുകൾ റെസ്ട്രിക്ഷൻ വയ്ക്കുന്നുണ്ട്. ഒരു വർഷത്തേക്ക് സാധാരണഗതിയിൽ ഇയർലി 100 ടൈംസ്, ഒരു വർഷം 100 തവണയെ വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് കഴിഞ്ഞ വർഷം തൊട്ട് ഡിപ്പോസിറ്റിൻ്റെ മേലും പല ബാങ്കുകളും പണം ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ വയ്ക്കുന്നുണ്ട്.
ഒരു മാസം 4 times 5 times ലൈക്ക് ദാറ്റ്. പിന്നെ അതിൽ കൂടുതൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലും ബാങ്കുകൾ ചാർജസ് ഈടാക്കും, ബാങ്ക് ചാർജസ് ഈടാക്കും. ഇനി ഇത് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്മോൾ സേവിങ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ചെറിയൊരു ഇൻട്രസ്റ്റ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ മേൽ ബാങ്കുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ ആ എമൗണ്ട് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം, ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ അല്ല. ഇനി മണി ക്യാൻ ബി വിഡ്രോൺ ഐദർ ബൈ വിഡ്രോവൽ സ്ലിപ്സ് ഓർ ബൈ ഇഷ്യൂയിങ് ചെക്സ് ഓർ ത്രൂ ATMs. ഏത് രീതി വേണമെങ്കിലും ATM ഉപയോഗിച്ചോ അല്ലെങ്കിൽ വിഡ്രോവൽ സ്ലിപ്പ് ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് പിൻവലിക്കാൻ സാധിക്കും. ഇനി ഇതിന് ഇൻട്രസ്റ്റ് കിട്ടും. സാധാരണഗതിയിൽ ഈ സ്മോൾ സേവിങ്സ് ആണ് സാധാരണക്കാർക്കൊക്കെ ഓപ്പൺ ചെയ്യാവുന്ന ഒരു അക്കൗണ്ടാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. എന്താ അതിൻ്റെ ആ പ്രത്യേകതയൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ മിഡിൽ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ. സാധാരണക്കാർക്കും മിഡിൽ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കാണ്. സെക്കൻഡ്ലി ഇത് എന്തിനു വേണ്ടിയായി സച്ച് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ദി പർപ്പസ് ഓഫ് സേവിങ് ഡിപ്പോസിറ്റ് ഈസ് ടു ഇൻകൾക്കേറ്റ് എ ഹാബിറ്റ് ഓഫ് സേവിങ്. ഒരു സേവിങ് ഹാബിറ്റ് ആളുകളിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ്. ഇൻകൾക്കേറ്റ് ദി ഹാബിറ്റ് ഓഫ് സേവിങ് ആൻഡ് ത്രിഫ്റ്റ് എമംഗ് ദി ജനറൽ പബ്ലിക്. പൊതുവായിട്ട് പൊതുജനങ്ങൾക്കിടയ്ക്ക് ഒരു സേവിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സാധാരണ ഈ പർപ്പസ് ഓഫ് സേവിങ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ സേവിങ് അക്കൗണ്ടിൻ്റെ ഒരു പർപ്പസായിട്ട് പറയുന്നത്. ഇനി അതിൻ്റെ അകത്ത് റെസ്ട്രിക്ഷൻസ് റിഗാർഡിങ് ദി നമ്പർ ഓഫ് ഡിപ്പോസിറ്റ്സ് ആൻഡ് വിഡ്രോവൽസ് ഓർത്തിരിക്കുക. ദെൻ ഇനി ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് ഒരു പാസ്ബുക്ക് കൊടുക്കും, അതുപോലെ തന്നെ ഒരു ചെക്ക് ബുക്കും കൊടുക്കും. പാസ്ബുക്കും ചെക്ക് ബുക്കും. പാസ്ബുക്ക് എന്താണ്? ബാങ്കിൻ്റെ ഒരു ലെഡ്ജർ കോപ്പിയാണ്. അതിൽ ഓരോ തവണയും പൈസ ഡിപ്പോസിറ്റ് ചെയ്യുകയും വിഡ്രോ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് എൻട്രി ചെയ്യും. ചെക്ക് ബുക്ക് പണം വിഡ്രോ ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ മേൽ ഇൻട്രസ്റ്റ് കിട്ടും. ചെറിയൊരു ഇൻട്രസ്റ്റേ ഉള്ളൂ, മേ ബി ലെസ് ദാൻ 4%. പല ബാങ്കുകളും 2%, 3% ഒക്കെ ഓഫർ ചെയ്യുന്നുള്ളൂ. പക്ഷെ ചെറിയൊരു ഇൻട്രസ്റ്റ് കിട്ടും. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ മേലാണ്. ഇനി നമുക്ക് ചെക്കുകളൊക്കെ ഇതിൻ്റെ അകത്ത് ഡിപ്പോസിറ്റ് ചെയ്യാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ജനറലി ഓർത്തിരിക്കുക സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച്, അല്ലെങ്കിൽ സേവിങ്സ് ഡിപ്പോസിറ്റ്സ്, സേവിങ് അക്കൗണ്ട് ഓർ സേവിങ്സ് ഡിപ്പോസിറ്റ്. ദെൻ കറണ്ട് അക്കൗണ്ട് ഡിപ്പോസിറ്റ്സ്. ദി കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് യൂഷ്വലി ഓപ്പറേറ്റഡ് ബൈ ദി കമ്പനീസ് ഓർ ബൈ ബിസിനസ് പീപ്പിൾ. ഇത് ബിസിനസ്സുകാർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. ഈ കറണ്ട് അക്കൗണ്ട് പ്രത്യേകം ഈ കറണ്ട് അക്കൗണ്ടിന് മേൽ ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ദി നമ്പർ ഓഫ് ഡിപ്പോസിറ്റ്സ് ആൻഡ് വിഡ്രോവൽസ് ഈവൻ ഇൻ കേസ് ഓഫ് എ സിംഗിൾ ഡേ. ഒരൊറ്റ ദിവസം തന്നെ എത്ര തവണ വേണമെങ്കിലും പണം ഡിപ്പോസിറ്റ് ചെയ്യുകയും വിഡ്രോ ചെയ്യുകയും ചെയ്യാം. അതിൻ്റെ മേൽ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കറണ്ട് അക്കൗണ്ടിൻ്റെ മേൽ സാധാരണയായിട്ട് ബാങ്കുകൾ ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കുകയില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് വന്നിട്ട് പൈസ ഡിമാൻഡ് വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പം ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിലും അത് ബാങ്കിന് മറ്റ് പർപ്പസുകൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ പാടില്ല. വിനിയോഗിച്ചു കഴിഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും അക്കൗണ്ട് ഹോൾഡർ ഡിമാൻഡ് ചെയ്യാം. ഡിമാൻഡ് ഡിപ്പോസിറ്റാണ്, എപ്പോൾ വേണമെങ്കിലും ഡിമാൻഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് കറണ്ട് അക്കൗണ്ടിൻ്റെ മേൽ ഇൻട്രസ്റ്റ് കൊടുക്കാറില്ല. കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിൽ നിന്ന് പകരമായിട്ട് ബാങ്ക് ചാർജസ് ഈടാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കറണ്ട് അക്കൗണ്ട് പ്രത്യേകത. ഇറ്റ് ഈസ് മെൻറ്റ് ഫോർ ബിസിനസ് പീപ്പിൾ. ഇപ്പം ഒരു ദിവസം തന്നെ എത്ര തവണ വേണമെങ്കിലും പണം ഡിപ്പോസിറ്റ് ചെയ്യുകയും വിഡ്രോ ചെയ്യുകയും ചെയ്യാം. ഇൻട്രസ്റ്റ് ഈസ് നോട്ട് അലൗഡ്. ദെൻ അഗെയിൻ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഈസ് ഗിവൺ ടു കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സ്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവർക്കൊരു നിശ്ചിത ഓവർ ഡ്രാഫ്റ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് ഹിസ് കറണ്ട് അക്കൗണ്ട് ഹോൾഡർ by which a current account holder can overdraw his account balance, overdraw his account up to an agreed limit. ഓവർഡ്രാഫ്റ്റിന് ലിമിറ്റ് ഉണ്ട്. ഒരു 10 lakhs ഓവർഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ അക്കൗണ്ടിൽ നിൽ ബാലൻസ് ആണെങ്കിലും 10 ലക്ഷം രൂപ വരെ ഇയാൾ ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അത് ഓണർ ചെയ്യും. ഈ ഒരു അറേഞ്ച്മെൻറ്റാണ് ഓവർഡ്രാഫ്റ്റ്. അപ്പോൾ ഓവർഡ്രാഫ്റ്റിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. കറണ്ട് അക്കൗണ്ടിൽ ഇതിൻ്റെ എല്ലാ റെക്കോർഡ്സ് വരുന്ന അക്കൗണ്ടിൽ ഓവർഡ്രാഫ്റ്റ് കറണ്ട് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ജനറലി ഒരു കറണ്ട് അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്.
അക്കൗണ്ട് ഹോൾഡർ ക്യാൻ ഇഷ്യൂ ചെക്സ് ടു തേർഡ് പാർട്ടീസ് അഗൈൻസ്റ്റ് അക്കൗണ്ട്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡറിനും സാധ്യമാണ്. ഇനി ഇതെന്തായി, സാധാരണയായിട്ട് ബിസിനസ് നടത്തുന്ന ആളുകൾ ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ദി കൺവീനിയൻസ് ഓഫ് ഇഷ്യൂയിങ് ചെക്സ്. അപ്പം ചെക്ക് ഇഷ്യൂ ചെയ്യുക, മേക്കിംഗ് പേയ്മെൻറ്റ്സ് ബൈ ചെക്സ്, പ്രധാനമായിട്ടും അതാണ്. ചെക്ക് മുഖാന്തരം പേയ്മെൻറ്റ് നടത്തുന്നതിൻ്റെ ഒരു കൺവീനിയൻസ് ആണ് എന്ത് സാധാരണഗതിയിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ബിസിനസ് പീപ്പിളിനെ പ്രേരിപ്പിക്കുന്നത്. കറണ്ട് അക്കൗണ്ടിൻ്റെ പിന്നെ ഇതിനകത്ത് എന്താ, ജനറലി നോ ഇൻട്രസ്റ്റ് ഈസ് ഗിവൺ ഓൺ കറണ്ട് അക്കൗണ്ട്സ്. ദെൻ കറണ്ട് അക്കൗണ്ട് ക്യാരീസ് സർട്ടൻ പ്രിവിലേജസ്. കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് ചില പ്രിവിലേജസ് ഒക്കെ ഉണ്ട്. അവർക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ, ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കൂടി നോക്കിയേക്കാം. ചെക്സ്, ഡ്രാഫ്റ്റ്സ്, ബിൽസ് എക്സെട്ര ഡോൺ ഇൻ ഫേവർ ഓഫ് തേർഡ് പാർട്ടീസ് ആർ അക്സെപ്റ്റഡ് ഫോർ കളക്ഷൻ പ്രൊവൈഡഡ് ദേ ആർ പ്രോപ്പർലി എൻഡോഴ്സ്ഡ്. ഇപ്പം തേർഡ് പാർട്ടീസ്, ഇൻ ഫേവർ ഓഫ് തേർഡ് പാർട്ടീസിൻ്റെ പേരിൽ ഇഷ്യൂ ചെയ്യുന്ന ഡ്രാഫ്റ്റും ചെക്കും ബില്ലും ഒക്കെ കളക്ഷന് വേണ്ടി അക്സെപ്റ്റ് ചെയ്യും. ഇത് പ്രോപ്പറായിട്ട് എൻഡോഴ്സ് ചെയ്ത് ആണ് ഒരു കറണ്ട് അക്കൗണ്ട് ഹോൾഡർക്ക് കിട്ടുന്നതെങ്കിൽ. അതുപോലെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഈസ് ഗിവൺ. മറ്റ് അക്കൗണ്ടുകൾക്കില്ല ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. ഈ പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകൾക്കൊക്കെ ഒരു 10,000 രൂപ വരെയൊക്കെ ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേക ഒരു സ്കീം പ്രകാരം ഓപ്പൺ ചെയ്തിരിക്കുന്ന അക്കൗണ്ടാണ്. നമുക്കൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ മേൽ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഇല്ല. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഓർഡർ ചെയ്യാൻ പറ്റുകയില്ല. റെക്കറിംഗ് ഡിപ്പോസിറ്റ് ആണെങ്കിൽ ഓർഡർ ചെയ്യാൻ പറ്റില്ല. കറണ്ട് അക്കൗണ്ടോ അല്ലെങ്കിൽ ചില പ്രത്യേക സ്കീമുകളിൽ പെട്ടിരിക്കുന്ന അക്കൗണ്ടുകളോ ഈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉള്ളൂ. ഇനി ആ പ്രത്യേക സ്കീമുകളാണെങ്കിൽ അവിടെ ആ ലിമിറ്റ് ഓൾറെഡി ഫിക്സ് ആണ്. ഇപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് ജൻധൻ യോജന സ്കീമാണെങ്കിൽ 10,000 അത് ഓൾറെഡി ഫിക്സ് ആണ്. അതേസമയം ഒരു കറണ്ട് അക്കൗണ്ട് ഹോൾഡർക്കാണെങ്കിൽ അയാളുടെ ആവശ്യത്തിനും അയാളുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റും ഫിനാൻഷ്യൽ പൊസിഷനും അനുസരിച്ച് ബാങ്കുമായിട്ടൊരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റ് നടത്താം. ഇപ്പം 2 കോടിയുടെയോ 10 കോടിയുടെയോ ഒക്കെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉള്ള ബിസിനസ് ആളുകൾ കാണും, കമ്പനികൾ കാണും. അപ്പം ദി എമൗണ്ട് ഓഫ് ഓവർ ഡ്രാഫ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് ഹിസ് കസ്റ്റമർ. So it's an agreement between a banker and his customer by which a current account holder can overdraw his current account up to an agreed limit. ഇനി ഒരു ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട് എന്നുകൊണ്ട് ആ ഓവർ ഡ്രാഫ്റ്റിൻ്റെ സാങ്ഷൻഡ് എമൗണ്ട്, ഇൻട്രസ്റ്റ് ഈസ് നോട്ട് പേയബിൾ ഓൺ ദി സാങ്ഷൻഡ് ലിമിറ്റ്, ബട്ട് ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഓൺലി ഓൺ ദി എമൗണ്ട് ആക്ച്വലി ഓവർ ഡ്രോൺ. ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് അലോ ചെയ്തിട്ടുണ്ടെന്നുകൊണ്ട് ഈ 10 lakhs ഇൻട്രസ്റ്റ് കസ്റ്റമർ കൊടുക്കണ്ട. ഇയാൾ 2 lakhs ആണ് ഓവർ ഡ്രോ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഓൺലി ഓൺ ദാറ്റ് 2 lakhs. ഒരു 2 lakhs ഓവർ ഡ്രോ ചെയ്തു, ഒരു 15 days കഴിഞ്ഞപ്പോൾ ഒരു 1 lakh ഡിപ്പോസിറ്റ് ചെയ്തു. ഇപ്പം ബാലൻസ് 1 lakh ആയിട്ട് മാറി ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ്. അപ്പോൾ ആ 1 lakhന് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. 10,000 ആണെങ്കിൽ 10,000ത്തിന് കൊടുത്താൽ മതി. ഇപ്പം 10 ലക്ഷം ഓവർ ഡ്രാഫ്റ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട് എന്നുകൊണ്ട് അത് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ബിസിനസ് ആളുകൾക്ക്, ബിസിനസ്മെൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് അപ്പോൾ അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ്. ഇതിന് ഇൻട്രസ്റ്റ് ഒന്നും കിട്ടാറില്ല. ബാങ്ക് ചാർജസ്, സ്പെഷ്യൽ ചാർജസ് ബാങ്ക് ചാർജ് ചെയ്യും. ഈ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അക്കൗണ്ട് ഹോൾഡേഴ്സിൽ നിന്നും ബാങ്ക് ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് എനി ഇൻട്രസ്റ്റ്. കാരണം ഇതിൻ്റെ അകത്ത് ബാലൻസ് ഉണ്ടെങ്കിലും അത് മറ്റൊരു പർപ്പസിന് വേണ്ടി വിനിയോഗിക്കാൻ ബാങ്കുകൾക്ക് പറ്റില്ല. ഇനി നമ്മളൊരു കറണ്ട് അക്കൗണ്ടോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടോ ഒക്കെ ഒരു ബാങ്കിൽ പോയി ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദി സ്റ്റെപ്സ് ദാറ്റ് ഹാസ് ടു ബി ഫോളോഡ് ഫോർ ഓപ്പണിംഗ് എ കറണ്ട് അക്കൗണ്ട് ഓർ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്? ഇപ്പോൾ ആർക്കെങ്കിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു ബാങ്കിൽ ചെല്ലുക. ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ദി ബാങ്ക് വിൽ പ്രൊവൈഡ് ആൻ ആപ്ലിക്കേഷൻ ഫോം. ഏത് അക്കൗണ്ടാണോ ഓപ്പൺ ചെയ്യേണ്ടതിന് ബാങ്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം തരും. ദാറ്റ് ഫോം ഹാസ് ടു ബി ഡ്യൂലി ഫിൽഡ് ആൻഡ് സബ്മിറ്റഡ് ടു ദി ബാങ്ക്. നമ്മൾ അതുപോലെ അതിന് അക്കമ്പനീഡ് ബൈ ദി റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്, ആവശ്യമായ ഡോക്യുമെൻറ്റുകളോടുകൂടി ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ബാങ്കിനെ ഏൽപ്പിക്കുക. അപ്പം സബ്മിറ്റിങ് എ ഫിൽഡ് ആപ്ലിക്കേഷൻ ഫോം, അതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. ഇനി ഈ ഫോംസിന് ഓരോ ബാങ്കുകളും അവരുടേതായ ഫോമാണ് കൊടുക്കുന്നത്. ഒരു കോമൺ ആയിട്ടൊരു ഫോം അല്ല. നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഫോം കൊടുക്കുക.
മറ്റേതെങ്കിലും ബാങ്ക് ആണെങ്കിൽ ആ ഇൻഡിവിജ്വൽ ബാങ്കിന് സെപ്പറേറ്റ് ആയിട്ടൊരു ഫോം ഉണ്ട്. നമ്മൾ ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ് കുറേ കാര്യങ്ങൾ ബാങ്ക് പറയും, അതും കൂടി നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ സബ്മിറ്റിംഗ് ആൻ ആപ്ലിക്കേഷൻ ഫോം. ദെൻ ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ ഒബ്റ്റെയിനിങ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദി ആപ്ലിക്കൻറ്റ്. ഇപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഹാസ് ടു ബി സബ്മിറ്റഡ് എലോങ് വിത്ത് ദി ആപ്ലിക്കേഷൻ. റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് 2 റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എലോങ് വിത്ത് ദി ആപ്ലിക്കേഷൻ. കാരണം ഒന്ന് ബാങ്കിൽ സൂക്ഷിക്കും, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബാങ്ക് നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന പാസ്ബുക്കിൽ അത് പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ഫോട്ടോ ബാങ്ക് അവരുടെ കൈവശം സൂക്ഷിക്കും, മറ്റൊരു ഫോട്ടോ നമുക്ക് തരുന്ന ആ പാസ്ബുക്കിൻ്റെ അകത്ത് അത് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ ചില ബാങ്കുകൾ ഈ ഫോട്ടോ സ്പെസിമെൻ സിഗ്നേച്ചർ കാർഡിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്താണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിഫറെൻറ്റ് സ്റ്റെപ്സിൽ ആദ്യമേ സബ്മിറ്റിംഗ് ആൻ ആപ്ലിക്കേഷൻ ഫോം, ദാറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ്ലി സബ്മിറ്റിംഗ് ഫോട്ടോഗ്രാഫ്സ്. ഇത് ആ ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ കൊടുക്കാറ്. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്. ഇനി ബാങ്കുകൾ സ്റ്റാമ്പ് സൈസാണ് ആവശ്യപ്പെടുന്നെങ്കിൽ ആ ഫോട്ടോ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. ദെൻ കംപ്ലൈ വിത്ത് KYC നോംസ്, നോ യുവർ കസ്റ്റമർ നോംസ്. അതിപ്പം ബാങ്കുകൾ വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന, സ്ട്രിക്റ്റായിട്ട് ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് കംപ്ലൈ വിത്ത് KYC നോംസ്, നോ യുവർ കസ്റ്റമർ. അവർ കൃത്യമായ കുറേ ഡോക്യുമെൻറ്റുകൾ ആവശ്യപ്പെടാറുണ്ട് ഫോർ ഓപ്പണിംഗ് എനി ടൈപ്പ് ഓഫ് അക്കൗണ്ട്. ബാങ്ക്സ് യൂഷ്വലി റിക്വയർ certain types of documents. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ബാങ്കുകൾ അനുവദിക്കാറില്ല. നമ്മുടെ അഡ്രസ് പ്രൂഫിനുമൊക്കെ വേണ്ടിയിട്ട് ആണ് സാധാരണ ഈ ഡോക്യുമെൻറ്റുകൾ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അപ്പം പ്രധാനമായിട്ടും ബാങ്കുകൾ അക്സെപ്റ്റ് ചെയ്യാവുന്ന ഡോക്യുമെൻ്റ് ഒന്ന് പാസ്പോർട്ട്. ഇപ്പോൾ പാസ്പോർട്ട് ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റാണ്. നമ്മൾ ഇന്ത്യൻ സിറ്റിസണാണ്, ഒരു ജെനുവിൻ ഇന്ത്യൻ സിറ്റിസണാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഡോക്യുമെൻ്റാണ് പാസ്പോർട്ട്. അപ്പം പാസ്പോർട്ട് ബാങ്കുകൾ KYC ഡോക്യുമെൻ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യും. ദെൻ ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് ഫോട്ടോസ്. ഇപ്പം ഫോട്ടോയോട് കൂടിയ ഡ്രൈവിംഗ് ലൈസൻസ്, അതും ഒരു KYC ഡോക്യുമെൻ്റാണ്. ദെൻ പാൻ കാർഡ്. ഇപ്പോൾ പാൻ കാർഡിൻ്റെ സാധാരണഗതിയിൽ ഇപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ KYC നോമിന് ആവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റിൻ്റെ കൂടെ തന്നെ പാൻ കാർഡും കൂടെ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ സബ്മിറ്റ് ചെയ്താൽ ആ കൂടെ തന്നെ പാൻ കാർഡും കൂടി ബാങ്കുകൾ ഇൻസിസ്റ്റ് ചെയ്യും. ഈ പാൻ കാർഡ് ഒരു അഡ്രസ് പ്രൂഫിന് ബാങ്കുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ദെൻ വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂഡ് ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതൊരു KYC ഡോക്യുമെൻ്റാണ്. വോട്ടേഴ്സ് ID കാർഡ് ഇഷ്യൂഡ് ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ദെൻ ജോബ് കാർഡ് ഇഷ്യൂഡ് അണ്ടർ നാഷണൽ റൂറൽ ഡെവലപ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് സൈൻഡ് ബൈ ആൻ ഓഫീസർ ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇനി അതല്ലെങ്കിൽ NREGA പ്രകാരം ഇഷ്യൂ ചെയ്യപ്പെടുന്ന ഒരു ജോബ് കാർഡ്, അതും ഒരു KYC ഡോക്യുമെൻ്റായിട്ട് ബാങ്കുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന മറ്റൊരു ഡോക്യുമെൻ്റ് ആധാർ കാർഡ് ഇഷ്യൂഡ് ബൈ ദി യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പം അല്ലെങ്കിൽ ആധാർ കാർഡ്. ഇനി നമ്മൾ ആധാർ കാർഡ് അല്ല സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാൻ ബാങ്കുകൾ ഇൻസിസ്റ്റ് ചെയ്യും. ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ അക്കൗണ്ടിൻ്റെ സീക്രസി പൂർണ്ണമായിട്ടും നമുക്ക് നഷ്ടപ്പെടുന്നൊരവസ്ഥയിലാണ്. അപ്പം ആധാർ ലിങ്ക് ചെയ്ത് കഴിയുമ്പം ആ അക്കൗണ്ടുകളുടെ സീക്രസി നഷ്ടമാകും, ബാങ്കുകൾക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പം ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്ത അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ ബാങ്കുകൾ അനുവദിക്കുന്നില്ല. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റുകളും നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണോ. യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഒരു കാർഡുണ്ട്, അതുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുക. അപ്പം ഇത് KYC നോംസിൻ്റെ ഭാഗമായിട്ട് ഔദ്യോഗികമായിട്ട് ബാങ്കുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളാണ് പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ദെൻ പാൻ കാർഡ്, ദെൻ വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡ്, അല്ലെങ്കിൽ ജോബ് കാർഡ്, NREGA കാർഡ്, ദെൻ ആധാർ കാർഡ്. അപ്പം ഇത് ഒന്നോ അതിലധികമോ ഇതിലേതെങ്കിലും ഒരു ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ ഒന്നിലധികം ഡോക്യുമെൻറ്റുകളോ നമ്മളുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ കൂടെ കൊടുക്കണം. ഡ്യൂലി ഫിൽഡ് ആപ്ലിക്കേഷൻ ഫോം, ദെൻ അഗെയിൻ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, മൂന്നാമതായിട്ട് ഫുൾഫിൽ ദി KYC റിക്വയർമെൻറ്റ്സ്, നോ യുവർ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്,
ദെൻ ബാങ്കുകൾ എന്താ, ഒരു പുതിയതായിട്ട് നമ്മൾ ഒരു ന്യൂ കസ്റ്റമറാണ്, ഒരു ന്യൂ വ്യക്തിയാണ്, പുതിയ ഒരു വ്യക്തിയാണെങ്കിൽ ബാങ്കുകൾ ഒരു ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ ആവശ്യപ്പെടുന്നുണ്ട്. ബാങ്കുകളുമായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇന്നയാൾ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ആളാണ്, ഫ്രോഡല്ല, കബളിപ്പിക്കാനൊന്നും വന്നതല്ല, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ജെന്യുവിൻ പർപ്പസിന് വേണ്ടിയാണ്. അപ്പോൾ അത് ബാങ്കിൻ്റെ നിലവിലുള്ള ഒരു കസ്റ്റമറോ അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റിയിലെ ഒരു നോൺ പേഴ്സണാലിറ്റിയോ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ഇനി ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ആർക്കെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു, ഇങ്ങനെ നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആ വ്യക്തി എന്തെങ്കിലും ഫ്രോഡ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല കേസിലും ബാങ്കുകൾ ഈ ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്ത ആൾക്കാരെ അവർക്കെതിരെ കേസ് കൊടുക്കുകയും പല കേസിലും അവർ ലയബിൾ ആയിത്തീരുകയും ചെയ്യാറുണ്ട്. So while giving a letter of introduction for the purpose of opening a bank account, we have to be very careful. Sometimes we may be liable for compensating the bank in case of any fraud committed by such a person. അപ്പോൾ അതുകൊണ്ട് ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ ബാങ്കുകൾ ഇൻസിസ്റ്റ് ചെയ്യും. നിലവിൽ ബാങ്കിന് വിശ്വാസമുള്ളൊരു എക്സിസ്റ്റിംഗ് കസ്റ്റമറോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ ലൊക്കാലിറ്റിയിലെ ഒരു ജെന്യുവിൻ പേഴ്സണാലിറ്റിയോ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അനുവദിക്കും. ഇനി ഇതിൻ്റെ അകത്തുള്ള റിസ്ക് ഒക്കെ ഉണ്ട്. നമ്മളൊരു പ്രോപ്പറായിട്ടൊരു വിതൗട്ട് പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ, ആവശ്യമായ ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പല റിസ്ക് ഉണ്ട്. അതുകൊണ്ടാണ് ബാങ്കുകൾ ഇത് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഇല്ലാതെയാണ് ആരെങ്കിലും ഒരാൾ നേരെ കയറി വന്നൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ കൃത്യമായ ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ല എങ്കിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വരുന്നത് എന്താണ്, എ ഡിസോണസ്റ്റ് പേഴ്സൺ മേ ബിക്കം എ കസ്റ്റമർ. കബളിപ്പിക്കുന്നതിന് ഒരു ഓണസ്റ്റ് അല്ല ഒരു ഡിസോണസ്റ്റ് പേഴ്സൺ, എന്തെങ്കിലും ഒരു ഫ്രോഡ് പർപ്പസിന് വേണ്ടി എ ഡിസോണസ്റ്റ് പേഴ്സൺ മേ ബിക്കം എ കസ്റ്റമർ. ദെൻ ലോസ് ഓഫ് ഓവർ ഡ്രാഫ്റ്റ് മണി ഗിവൺ ഇൻഅഡ്വൻറ്റർലി. ഇങ്ങനെ ഒരു കറണ്ട് അക്കൗണ്ട് ഒരാൾ ഓപ്പൺ ചെയ്തു, ഒരു നിശ്ചിത എമൗണ്ട് സാങ്ഷൻ ചെയ്തെന്ന് വേണമെങ്കിൽ ഈ എമൗണ്ട് ഓവർഡ്രോ ചെയ്ത് കഴിഞ്ഞ് അയാൾ പണം തിരിച്ചടയ്ക്കാതെ വന്നു കഴിഞ്ഞാൽ ആ പണം പലപ്പോഴും ബാങ്കിന് നഷ്ടമായിട്ട് വരും. അതുകൊണ്ടാണ് ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ബാങ്കുകൾ എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുന്നത്. ദെൻ മറ്റൊരു കേസിൽ എന്താണ്, ലോസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ. ബാങ്കുകൾക്ക് കിട്ടാവുന്ന സ്റ്റാറ്റ്യൂട്ടറി നിയമപരമായ പ്രൊട്ടക്ഷൻ നഷ്ടമായിട്ട് വരും. ഒരു ബാങ്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഇല്ലാതെയാണ് എങ്കിൽ അവിടെ എന്താണ്, ബാങ്ക് കൂടി കബളിപ്പിക്കലിന് കൂടി നിന്നു എന്നൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറാൻ പോകുന്നത്. അപ്പോൾ എന്താ, ബാങ്കുകൾക്ക് നോർമലി കിട്ടാവുന്ന സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ, നിയമപരമായ സംരക്ഷണം നഷ്ടമായിട്ട് വരും. ഇഫ് ആൻ അക്കൗണ്ട് ഈസ് ഓപ്പൺ വിതൗട്ട് പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ, KYC നോംസ് ഒക്കെ കൃത്യമായിട്ട് പാലിക്കാതെ, ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ കൃത്യമായിട്ട് സ്വീകരിക്കാതെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബാങ്കുകൾക്ക് നോർമലി കിട്ടാവുന്ന ചില പ്രത്യേക സർക്കംസ്റ്റാൻസിൽ ലഭിക്കാവുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ, നിയമപരമായ ഒരു പരിരക്ഷ നഷ്ടമായിട്ട് വരും. അതുകൊണ്ടാണ് ബാങ്കുകൾ പലപ്പോഴും ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അനുവദിക്കാത്തത്. ഇനി സംടൈംസ് എ മൈനർ മേ ബിക്കം ആൻ അക്കൗണ്ട് ഓപ്പണർ. ഒരു അക്കൗണ്ട് ഹോൾഡറായിട്ട് മാറാം മൈനർ. ഒരു മൈനർക്ക് സ്വന്തം പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചില സാഹചര്യത്തിൽ മൈനർ ബിക്കമിങ് കസ്റ്റമർ. ഇഫ് എ കസ്റ്റമർ ഹാപ്പൻസ് ടു ബി എ മൈനർ ആൻഡ് ഓവർ ഡ്രാഫ്റ്റ് ഈസ് ഗ്രാൻഡഡ് ടു ഹിം. ഇനി ഒരു മൈനർ വന്നൊരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഈ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മൈനർക്ക് ഒരു ഓവർ ഡ്രാഫ്റ്റ് അലോ ചെയ്തിട്ടുണ്ട്. ഈ ഓവർ ഡ്രാഫ്റ്റ് അലോ ചെയ്തു. ഓവർ ഡ്രാഫ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ എമൗണ്ട് മൈനർ വിഡ്രോ ചെയ്തു, അല്ലെങ്കിൽ മൈനർ മറ്റൊരാൾക്ക് ചെക്ക് കൊടുത്തു. ഇങ്ങനെ ഈ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ മൈനറിൽ നിന്നും ആ പണം തിരികെ വാങ്ങാനുള്ള ഒരു ചാൻസ് വളരെ കുറവാണ്. മൈനേഴ്സ് ആർ നോട്ട് കോമ്പീറ്റന്റ് ടു എൻ്റർ ഇൻടു എ കോൺട്രാക്ട്. കോൺട്രാക്ട് ആക്ട് പ്രകാരം മൈനേഴ്സ് ആർ നോട്ട് കോമ്പീറ്റന്റ് ടു എൻ്റർ ഇൻടു എ കോൺട്രാക്ട്. മൈനറിനൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള ഒരു യോഗ്യത ഇല്ലാത്തതുകൊണ്ട്, റൈറ്റ് ഇല്ലാത്തതുകൊണ്ട് മൈനർ കബളിപ്പിച്ച് പോയി കഴിഞ്ഞാൽ ബാങ്കിന് ആ പണം നഷ്ടമായി എന്ന് വരാം.
അതുകൊണ്ട് കൃത്യമായ ഇൻട്രൊഡക്ഷൻ ഡോക്യുമെൻറ്റും ഇല്ല എങ്കിൽ മൈനർ മേ ബിക്കം an account holder, and if an overdraft is allowed to a minor, the bank will lose that money. അതുകൊണ്ടാണ് എന്താണ് പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ വേണമെന്ന് ബാങ്കുകൾ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. ദെൻ അൺഡിസ്ചാർജ് ബാങ്ക്രപ്റ്റ് ബിക്കമിങ് കസ്റ്റമർ. ഇനി ഒരു ബാങ്ക്രപ്റ്റായ വ്യക്തി, ഒരു ഇൻസോൾവൻ്റ് ആയിട്ടുള്ള വ്യക്തി, അയാൾ വേണമെങ്കിലും എന്താണ് കസ്റ്റമറായിട്ട് വീണ്ടും എന്തെങ്കിലും ഫിനാൻഷ്യലായിട്ടുള്ള കബളിപ്പിക്കൽ പരിപാടികൾ ഏർപ്പെട്ടു എന്ന് വരാം. ഈ പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഈസ് നോട്ട് റിസീവ്ഡ് ബൈ എ ബാങ്ക്, ആൻ അൺഡിസ്ചാർജ് ബാങ്ക്രപ്റ്റ് ഓർ ആൻ ഇൻസോൾവൻ്റ് പേഴ്സൺ മേ ബിക്കം an account holder and he may again indulge in financial wrong, അല്ലെങ്കിൽ ഫ്രോഡ് ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടു എന്ന് വരാം. അപ്പോൾ അതൊരു ഡേഞ്ചറാണ്. ദെൻ പോസിബിലിറ്റി ഓഫ് ഗിവിങ് ഇൻകറക്റ്റ് ഇൻഫർമേഷൻ ടു എ ഫെലോ ബാങ്കർ. മറ്റൊരു ബാങ്കിന് തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ബാങ്ക് മറ്റൊരു ബാങ്കർക്ക് തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തു എന്ന് വരാം. പോസിബിലിറ്റി ഓഫ് ഗിവിങ് ഇൻകറക്റ്റ് ഇൻഫർമേഷൻ ടു എ ഫെലോ ബാങ്കർ. ദെൻ ഇപ്പം ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് സാധാരണഗതിയിൽ ഒരു ബാങ്കർ പലപ്പോഴും കൃത്യമായ KYC നോംസും ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷനും ഇൻസിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു സ്പെസിമെൻ സിഗ്നേച്ചർ ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു പ്രൊസീജിയർ പറയുമ്പം KYC നോംസും അതുപോലെ ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷനും കഴിഞ്ഞ് സ്പെസിമെൻ സിഗ്നേച്ചർ, ബാങ്ക് നോർമലി റിസീവ് 3 സ്പെസിമെൻ സിഗ്നേച്ചർ ഓഫ് ദി ആപ്ലിക്കൻറ്റ് ഇൻ എ സ്പെസിമെൻ സിഗ്നേച്ചർ കാർഡ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈച്ച് ആൻഡ് എവറി ടൈം ഒരു ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ, ഈ കസ്റ്റമർ ഒരു ചെക്ക് ഒരാൾക്ക് കൊടുത്തു കഴിയുമ്പോൾ എല്ലാ സമയത്തും അത് ആ ചെക്ക് ഓണർ ചെയ്യുന്നതിന് മുമ്പ് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സ്പെസിമെൻ സിഗ്നേച്ചർ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ഇനി ഈ അക്കൗണ്ട് മറ്റാർക്കെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ഹോൾഡർ ഒരു റിട്ടൺ മാൻഡേറ്റ് ഒബ്റ്റെയിൻ ചെയ്യണം. ഒരു റിട്ടൺ മാൻഡേറ്റോട് കൂടി മാത്രമേ ഒരു അക്കൗണ്ട് മറ്റൊരാൾക്കും കൂടി ഓപ്പറേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാവുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ദി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഓപ്പണിംഗ് ദി അക്കൗണ്ട്. സോ ആഫ്റ്റർ ഓൾ ദി അബോവ് മെൻഷൻ ഫോർമാലിറ്റീസ് ആർ ഡ്യൂലി ഫുൾഫിൽഡ്, then an account can be opened in the name of the applicant. അപ്പോൾ അങ്ങനെ ആപ്ലിക്കൻ്റ് അപ്പോൾ ഒരു ഇനീഷ്യൽ ഡിപ്പോസിറ്റ് വാങ്ങും. സാധാരണഗതിയിൽ ചെക്ക് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പല ബാങ്കുകൾ 500 തൊട്ട് 2000 രൂപ വരെ മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ് വയ്ക്കാറുണ്ട്. ഇപ്പോൾ ചെക്ക് ഫെസിലിറ്റിയോ ATM ഫെസിലിറ്റിയോ ലഭിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 500 to 2000 മിനിമം ബാലൻസ് ഈസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ബാങ്ക്സ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ ഓപ്പൺ ചെയ്യാം. Thank you.